അടുത്തതായിട്ട് മിക്ക സൈക്കോളജിസ്റ്റുകളും ഇഗ്നോർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് അവോയ്ഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. എന്താണ് അവരുടെ പ്ലാൻ, അല്ലെങ്കിൽ എത്രത്തോളം റിസ്കിലാണ് അവർ കറൻ്റ്ലി ഉള്ളത് എന്ന് നമ്മൾ ചോദിച്ച് തന്നെ മനസ്സിലാക്കണം. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ ഇതിനെപ്പറ്റി ചോദിക്കുന്നത് ഒരു തെറ്റാണോ എന്ന് വിചാരിക്കുന്ന കുറച്ച് സൈക്കോളജിസ്റ്റുകളുണ്ട്. പക്ഷെ അത് ഒരിക്കലും ഒരു തെറ്റാവുന്നില്ല. നമ്മൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും സൂയിസൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് വഴി നമ്മൾ അവരുടെ തലയിൽ ആ ഒരു ഐഡിയ ഇട്ട് കൊടുക്കുകയാണെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. അവരെത്രത്തോളം റിസ്കിലാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലായാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് ആ ഒരു സിറ്റുവേഷനിൽ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവർക്ക് എത്രത്തോളം ഇൻറ്റൻസ് ആയിട്ടാണ് ആ തോട്ട് വരുന്നത്, എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് ആ തോട്ട് വരുന്നത്, ആ തോട്ടിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആക്ട് ചെയ്തപ്പോൾ അത് എപ്പോഴെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ കൃത്യമായിട്ട് ക്ലയൻറ്റിനോട് ചോദിച്ച് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാമായിരിക്കണം, നമ്മൾ റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം, നമ്മൾ നോൺ ജഡ്ജ്മെൻ്റൽ ആയിരിക്കണം. ഈ രീതിയിൽ ക്ലയൻസിൻ്റെ അടുത്ത് ആ ഒരു കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് വഴി അവരെ കുറച്ചും കൂടെ ആ ഒരു റിസ്കിൽ നിന്ന് നമുക്ക് രക്ഷിക്കാനും അവരെ കുറച്ചും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇൻ്റർവെൻഷൻസ് പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് പറ്റും.